നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസാണ്. നെല്ലിക്ക ജ്യൂസിന് എന്താണ് ഈ കളറെന്ന് നമ്മൾ എന്തായാലും ഒന്ന് അത്ഭുതപ്പെടും. ഒരു പഞ്ചിന് വേണ്ടി നമ്മൾ നെല്ലിക്ക ജ്യൂസിന് ഈ ഒരു കളർ കൊടുത്തു എന്നേ ഉള്ളൂ. നെല്ലിക്കയുടെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചിരിക്കുന്നതൊക്കെ. നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു 4 നെല്ലിക്ക വെച്ചിട്ട് നമുക്കൊരു 1.5 ഗ്ലാസ് ജ്യൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ്. അതുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പുതിനയില. അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി മുളകും 1-2 എണ്ണം ചേർത്ത് കൊടുക്കാം. കുട്ടികളുള്ള വീടാണെങ്കിൽ അവർക്കിത് തയ്യാറാക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും കാണിച്ച ഇൻഗ്രീഡിയൻസ് ധാരാളം മതിയാവും നമ്മുടെ നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാൻ. പക്ഷേ നമ്മളിവിടെ നമ്മുടെ നെല്ലിക്ക ജ്യൂസിനൊരു അപ്പീലിംഗ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 സ്ട്രോബെറി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ഇല്ലെങ്കിൽ മുന്തിരി ഉണ്ടെങ്കിൽ 1, 2, 3 പീസ് മുന്തിരി ഇട്ടാലും മതി, നല്ലൊരു കളർ കിട്ടും. ഇനി അതും കയ്യിലില്ലെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താലും മതി. ഈ പറയുന്ന ഇൻഗ്രീഡിയൻറ്റും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ചിയാ സീഡ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്താണ്. ഇതിന് പകരം നമുക്ക് ബേസിൽ സീഡും വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ജ്യൂസിൽ ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ജ്യൂസിന് മധുരം വേണോ ഉപ്പ് വേണോ എന്ന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് പേഴ്സണലായിട്ട് ഉപ്പ് ചേർത്തിട്ട് എരിവോടുകൂടിയൊക്കെ കുടിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ കുറച്ച് തേനുണ്ട്. കുട്ടികൾക്കൊക്കെ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ തേനൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി തേൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ സാധാരണ പഞ്ചസാര ചേർത്തു ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു 3-4 കഷ്ണം ഐസ് ക്യൂബ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നാലും വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് തണുത്ത് കുടിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കിതൊരു മിക്സിയുടെ അല്ലെങ്കിൽ ബ്ലെൻഡറിൻ്റെ ജാറിലൊന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നെല്ലിക്ക ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഒരുപാട് തരികൾ ഉണ്ടാവും. അതൊന്ന് അരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ നാക്കിൽ തട്ടിയാൽ അവരത് കുടിക്കില്ല. ജ്യൂസ് അരിച്ചെടുത്തതിന് ശേഷം മധുരം അല്ലെങ്കിൽ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം, അതൊന്നും പ്രശ്നമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് നെല്ലിക്ക ജ്യൂസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇനി പുതിനയില ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇല തന്നെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചിയാ സീഡ്സിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ്സും. അപ്പോൾ എല്ലാവർക്കും ഈ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വൈറ്റമിൻ സി കിട്ടാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.